പ്രമീലേ, പ്രമീലേ, പ്രമീലേ. നാശം. എന്തിനാ ഇങ്ങനെ വിളിച്ചു പോകുന്നത്? അനങ്ങാതെ കിടക്കണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? എനിക്ക് മരുന്ന് കുടിക്കാൻ സമയമായി അല്ലേ? കുറെ നാളായില്ലോ മരുന്ന് കുടിക്കാൻ തുടങ്ങിയിട്ട്. എനിക്ക് സുഖാവും അല്ലേ പ്രമീലേ? ആ, സുഖമാവും. മരുന്ന് കുടിക്കേ. ഇതെവിടെയുണ്ട്? ഇത് എവിടെയുണ്ടെന്ന്? ആ, അവിടെ തന്നെ ഇട്ടേക്കൂ. ഇന്നലെ കൊണ്ടുവരാമെന്നല്ലേ പറഞ്ഞു? ആ, ഇന്നലെ രാത്രി ആയിപ്പോയി. രാത്രി ശിവരാമൻ ഇവിടെ വന്നാൽ എന്താ? ആരെങ്കിലും പിടിച്ച് തിന്നു കളയുമോ? ഈ ശിവരാമൻ ഒരു പൊട്ടനാ. പെണ്ണുങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ അത് മനസ്സിലാകില്ല. പ്രമീലേ, പ്രമീലേ. ഇപ്പൊ ഈ മനുഷ്യൻ ഇങ്ങോട്ട് ഇറങ്ങി വരേണ്ട വല്ല കാര്യമുണ്ടോ? സുഖമില്ലെങ്കിൽ എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി കിടന്നുകൂടെ? ഞാൻ പോട്ടെ. വരട്ടെ. അമ്മേ, ദേ മീൻ. ശിവരാമേട്ടൻ വാങ്ങിച്ചെന്നാ. വറുത്തരച്ച് വെക്കാം. അതാ ശിവരാമേട്ടന് ഇഷ്ടം. ഞാൻ മീൻ നന്നാക്കാൻ എന്നിട്ട് കുളിക്കാം. അവളോട് പോയി സുമതി. സുമതി, എടി സുമതിയേ. എന്താ? കുറച്ച് മണവുമല്ലേ എടുത്ത് വറുത്തരച്ചേ? ആ ചേച്ചി മേടിച്ചോ? അയ്യോ ഇല്ലടി, നാളെ ആട്ടെ. വേണ്ട, നാളെയും വേണ്ട, ഒരിക്കലും വേണ്ട. ഞാൻ എന്തെങ്കിലും പറയുമ്പോഴല്ലേ ഉള്ളൂ. എന്തായാലും നിന്ന് കിടങ്ങുന്നത് പറഞ്ഞു കേട്ടില്ലേ? കേൾക്കാൻ മനസ്സില്ല. ഇല്ല, പോ. ഒരു പാവാടിയും ബ്ലൗസും മേടിച്ചു തരാൻ പറഞ്ഞിട്ട് ഇനി ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലും പോകുന്നില്ല, എവിടെയും പോകുന്നില്ല. പാവം. നല്ല ചേച്ചി. അച്ഛാ, ഡേ പുതിയ പാവാടിയും ബ്ലൗസിന് തുണിയാ. ചേച്ചി മേടിച്ചതാ. രൂപ കുറെ ആയിട്ടുണ്ടാവും. കാശൊക്കെ വെറുതെ കളയ. കൊള്ളാല്ലേ അച്ഛാ? 10-30 രൂപ ആയി കാണും. ഒരു കാര്യം ഉണ്ടായിരുന്നു, ഒരു അത്യാവശ്യം. ആരാ ഒന്ന് സഹായിക്കുക? എടി മറി, മോളോടൊന്ന് പറ. ഒരു 2 rupees. ഇപ്പൊ പറയുന്നില്ല. ആ കാശ് കൊണ്ട് കള്ളുഷാപ്പിൽ പോകാനല്ലേ? നീ പോടിയോളൂ. നിന്നെ കല്യാണം കഴിച്ചിട്ട് ഇത്രയും കാലമായി. എങ്ങനെയോ 2 പിള്ളേരും ഉണ്ടായിപ്പോയി. ഇന്ന് വരെ നീ എന്നെ പറ്റി ഒരു നല്ല വാക്ക് പറഞ്ഞിട്ടുണ്ടോ? നാക്കെടുത്താ കള്ളൂടിയാൻ കൊള്ളരാത്തവൻ. നീ ഇങ്ങനെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാരെന്നെ വകവയ്ക്കൂ. പോടിയോളൂ. നീ മാധവിയല്ല, മൂധേവിയാ. എന്താണ് ആകപ്പാടെ ഒരു കശപിശ? ഒന്നുമില്ലടാ മോനെ. ഒരു 2 rupees. കള്ളുടിക്കാൻ സമയമായി. എന്റെ വടക്കുന്നാഥാ, സാത്രി, ആ പൂവൊന്ന് ഒട്ടിച്ചേ. ഫ്ലവർ വൈസ് വെക്കാനാ. എന്താ സാത്രി? എനിക്കൊരു പേന വേണം, അമ്മയ്ക്ക് എഴുതാനാ. ആ മേശപ്പുറത്തുണ്ട്, എടുത്തോളൂ. സാത്രി, അതിൽ മഷി ഉണ്ടോ നോക്കിക്കേ. ഉണ്ട്. അയ്യോ, ഇത് പഴയ ഇല്ലെന്നാണല്ലോ. അയ്യോ,
ഇതിലെഴുതിയ പോവില്ലേ? അമ്മ തന്നതാ. പോവും. എഴുത്തിടുമ്പോഴേ പോസ്റ്റ് ബോക്സിന് വായുണ്ടല്ലോ, ആ. അതിൽ പറഞ്ഞാൽ മതി ഇതെന്റെ അമ്മയുടെ തന്നെ കൊണ്ട് കൊടുക്കണേന്ന്. ആ, അമ്മയ്ക്ക് എഴുതുമ്പോഴേ ഇതുകൂടെ എഴുതിയേക്കണേ. ഇവിടെ സാവിത്രിക്ക് സുഖം തന്നെ, പിന്നെ എനിക്ക് സുഖം തന്നെ. ഉം. ഇതാമേ, വഴിന്ന് പോസ്റ്റ്മാനെ കണ്ടു. സാവിത്രിയുടെ കത്തുണ്ടെന്ന് പറഞ്ഞു. ഓ, അതിനിപ്പോ എന്താ വേണം? എന്താ വിശേഷം? ദേ കിടക്കണോ വിശേഷം? അവിടെ അവൾക്ക് സുഖം തന്നെ, ഇവിടെ എനിക്ക് സുഖം തന്നെ, അവളുടെ തള്ളയ്ക്കും സുഖം തന്നെ, സുമതിക്കും സുഖം തന്നെ എന്ന് സസ്നേഹം. അവളുടെ അമ്മയുടെ സസ്നേഹം. അവൾക്കറിയാമേലെ ഇവിടുത്തെ സുഖം. ഇന്നലെ ഷാപ്പിൽ കടവ പറഞ്ഞത്. അല്ല, ഞാൻ അറിയാൻ മേലായിട്ട് ചോദിക്കുക, ഒരു 25 രൂപ ചെറിയൊരു മണിയോടെങ്കിലും കൂടെ അയക്കാൻ മേലേ? ഞാനങ്ങോട്ട് ചെല്ലട്ടെ. സാവിത്രി, ഞാനൊന്നും ഓർത്തില്ല, അതങ്ങനെ സംഭവിച്ചു പോയി. എന്നോട് ക്ഷമിക്കണം. എനിക്ക് സാവിത്രി ഇഷ്ടമാണ്, സ്നേഹമാണ്. എന്റെ സ്നേഹം എനിക്കെങ്ങനെ പ്രകടിപ്പിക്കാൻ കഴിഞ്ഞുള്ളൂ. സാവിത്രിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. പോട്ടെ, ഇനി ഇങ്ങനൊരു അനുഭവം ഈ വീട്ടിൽ സാവിത്രിക്ക് ഉണ്ടാവില്ല. സാവിത്രി, ഇവിടുന്ന് പോകരുത്. എന്നോട് ക്ഷമിക്കില്ലേ? എന്താ മോളെ? ഒന്നുമില്ലമ്മേ. നീ എന്താ ആലോചിച്ചിരിക്കുന്നു? ഒന്നുമില്ലമ്മേ. വീട്ടിലെ കാര്യം ഓർത്തിട്ടാണോ? ഇല്ല. എന്നാ നീ വേഗം കുളിക്കാൻ നോക്ക്. നമുക്ക് അമ്പലത്തിൽ പോണ്ടേ? വേഗം വാ. സാവിത്രി, സാവിത്രിക്ക് എന്നോട് വെറുപ്പാണ്. എനിക്ക് സാവിത്രി ഇഷ്ടമാണ്. ഞാൻ വിചാരിച്ചു സാവിത്രി വാതിൽ തുറക്കില്ലെന്ന്. പേടിക്കണ്ട, എനിക്ക് സാവിത്രി എന്തിഷ്ടമാണെന്നോ. വേണ്ട. സാവിത്രി എന്നും എന്റെ മനസ്സിലുണ്ടാവും. അതിന് ആ ഓർമ്മയ്ക്ക് സാവിത്രി എന്താണെന്ന് എനിക്ക് തരിക? ഞാൻ എന്ത് ചോദിച്ചാലും അത് തരുമെന്ന് എനിക്കറിയാം. ഞങ്ങൾ പാവങ്ങളാണ്. എന്നെ ഉപദ്രവിക്കരുത്. സാവിത്രിക്ക് തെറ്റി. എനിക്ക് മറ്റൊന്നും വേണ്ട. ഇതിലൊന്ന്, ഒരു വള, ഇത് മതി.
എന്നും സാവിത്രിയുടെ ഓർമ്മയ്ക്ക്. സാവിത്രി, വാതിലടിച്ച് കിടന്നോളൂ. അല്ല, എങ്ങോട്ടാ സാറ്? ഒരു ചോദ്യം പറച്ചിലും ഒന്നുമില്ലാതെ. സാവിത്രി കാണണം. എന്തോ കേട്ടില്ല. സാവിത്രി. ആ, സാവിത്രി. അതെ, അവളുണ്ടോന്നാ ചോദിച്ചത്. എനിക്ക് അവളെ ഒന്ന് കാണണം. ഇപ്പൊ കാണാൻ പറ്റത്തില്ല. അതെന്താ? ഇതെന്റെ വീടാ. നിന്നെപ്പോലുള്ള അലവലാദികൾക്ക് കയറിയുള്ള സ്ഥലമല്ല. അറിയണ ഓർത്ത്. ശരിയാട്ടാ, എന്താ ശരിയാട്ടാ? കൈയൊക്കെ സുഖമായോ? ഓ, നിന്നെ എന്താടി ഇവര് വിലക്ക് വാങ്ങിച്ചിരിക്കുവാണോ? ഒരുത്തം കിടന്ന് കുറയ്ക്കണുണ്ടല്ലോ. നിന്നെ ഓർത്തിട്ടാ, അല്ലെങ്കിൽ ഞാനവരെ പോവാൻ. വേണ്ട ശരിയാട്ടാ, സാരമില്ല, പോട്ടെ, ക്ഷമിക്കേ. ഇനി നിന്നെ കാണാൻ ഞാനിങ്ങോട്ട് വരികയല്ല. വന്നാ ഞാൻ അവൻ എന്തെങ്കിലും ചെയ്തു പോകും. ആ, നീ എന്നാ വീട്ടിലേക്ക് വരുന്നേ? ഞാൻ വരാം. വീട്ടിലെല്ലാവർക്കും? അവിടെ ആർക്കും വിശേഷമൊന്നുമില്ല, സുഖം തന്നെ. ഞാൻ പോട്ടെ. അടുത്ത ദിവസം വരാൻ കേട്ടോ. ആ. സാവിത്രി, ഇവൻ എന്തിനാ ഇവിടെ കയറി ഇറങ്ങി നടക്കുന്നത്? ഈ കാളവണ്ടിക്കാരൻ. ദേ, ഇതൊന്നും നല്ലതല്ല. നമുക്ക് കയറുന്നതല്ല. എനിക്കെന്റെ ആങ്ങളെ പോലെയാ. ആങ്ങളെ പോലെ? ആങ്ങളെയല്ലല്ലോ. ഇതൊക്കെ പറഞ്ഞ നാട്ടുകാർ വിശ്വസിക്കൂ? അടുത്ത വീട്ടിലെ ഒരു കാളവണ്ടിക്കാരൻ. നിങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്നു. ആ ബന്ധം അവിടെ അവസാനിപ്പിക്കുന്നതാണ്. എനിക്ക് സാവിത്രിയെ കുറിച്ച് ചില പ്രതീക്ഷകളുണ്ട്, സങ്കല്പങ്ങളുണ്ട്. സാവിത്രി വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി, നാളെ ഇവിടുത്തെ ഗ്രഹനായികയാകേണ്ടവളാണ് നീ. ഞാൻ പറഞ്ഞ സത്യമാണ്. അങ്ങനെയുള്ള നീ ഈ ചുറ്റുപാടുള്ളവർ നിന്നെ നോക്കി ഓരോന്ന് പറയാൻ തുടങ്ങും. അതെനിക്ക് സഹിക്കില്ല സാവിത്രി. പിന്നെ നിന്റെ ഇഷ്ടം. എന്തിനാ ഇതെടുത്തത്? ഞാനിതൊരു നിധി പോലെ സൂക്ഷിച്ചു വെച്ചിരുന്നല്ലേ. ഞാൻ സാവിത്രിക്ക് എന്റെ ജീവൻ തന്നെ തരാൻ തയ്യാറാണ്. സാവിത്രി എനിക്കെന്നത് ഈ കുപ്പിവളയാണ്. ഞാൻ സാവിത്രിയെ വിവാഹം കഴിക്കട്ടെ. ഇഷ്ടമാണ്. എനിക്കിഷ്ടമാണ്. ഇപ്പൊ ഞാൻ വന്നില്ലായിരുന്നല്ലോ സാവിത്രി. ദൈവം കൊണ്ട് എത്തിച്ചതാ. സാവിത്രി, ഇതെന്താ ഇവിടെ? ഇതൊരു ഗസ്റ്റ് ഹൗസാ. നമുക്ക് മഴ കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോവാം. അങ്ങോട്ടുള്ള വഴിയും വളരെ മോശമാണ്. തന്നെയുമല്ല, ആ സമയത്ത് നിന്നെ കൊണ്ടുപോകുന്നത് ശരിയല്ല. വാ, ഇറങ്ങ. ഉത്സവം കലങ്ങിയത് സാറിന് കോളായി. അടിച്ചോണ്ട് വന്നല്ലോ ഒന്നിനെ. സാറേ, കഴിഞ്ഞ പ്രാവശ്യം സാർ ഒരു ഡാൻസ് ഏരിയ കൊണ്ടുവന്നല്ലോ. അവളെ ഇന്നലെ ഇതേ മുറിയിൽ അപ്പു സാറ് കൊണ്ടുവന്നിരുന്നു. താൻ മിണ്ടായിരുന്നേ. താൻ വിളിച്ചിട്ടു. നിനക്ക് ഇതൊക്കെ പിഴിഞ്ഞ് ഉണക്കായിട്ടൂടായിരുന്നു? വേണമെന്നില്ല. വാച്ചർ പറഞ്ഞത് മുഴുവനും ഞാൻ കേട്ടു.
ഞാൻ പോവാണ്. സാവിത്രി, നീ പോരെന്നാ പറഞ്ഞേ? ഞാൻ പോകും. നിന്നെ എന്നെ കൊണ്ട് നിർത്തില്ല. സാവിത്രി, നിന്നെ ഇപ്പൊ എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഞാനത് ചെയ്യില്ല. നിന്റെ അനുവാദമില്ലാതെ നിന്റെ ശരീരത്തെ ഞാൻ തൊടില്ല. നിന്നെ ഞാൻ അത്രമാത്രം സ്നേഹിക്കുന്നു സാവിത്രി. സാവിത്രി, സാവിത്രിയെ കണ്ട നിമിഷം മുതൽ ഞാൻ മറ്റൊരു പെണ്ണിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല, മുഖത്ത് നോക്കിയിട്ടില്ല. നിന്നെപ്പോലെ പരിശുദ്ധിയും സുന്ദരിയുമായ ഒരു പെണ്ണിന്റെ ഭർത്താവാനുള്ള യോഗ്യത എനിക്കില്ലായിരിക്കും. പോട്ടെ, സാവിത്രിക്ക് അറിയാമോ സ്നേഹത്തിന് വേണ്ടിയുള്ള ദാഹം, അതിന്റെ വേദന, അത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നവനാണ് ഞാൻ. സാവിത്രി, ഞാൻ സാവിത്രിയെ വിവാഹം കഴിച്ചോട്ടെ? എനിക്ക് ഒരു ജീവിതം തരില്ലേ? നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഒരു കുടുംബമായിട്ട് ജീവിക്കാം.